ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻഗേജ്മെന്റിന്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അതായത് എന്റെ ബ്രദർ ഇൻ ലോന്റെ. അപ്പോൾ ഇന്നാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഡേ വരുന്നത്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഉച്ചയായപ്പോഴത്തേക്കിനും ഷുഗർ ഫിൽസിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഹാമ്പർ ചെയ്തിട്ട് അവര് നമുക്ക് തന്നിട്ടുണ്ട്. എൻഗേജ്മെന്റ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ കുറച്ചൊരു പാർട്ടി വെയർ ഒക്കെ വേണ്ടേ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അല്ലേയും നല്ലൊരു ഭംഗിയുള്ള ഉടുപ്പൊക്കെ നമ്മൾ ഇടിപ്പിച്ച് ഒരുക്കി നല്ല കുട്ടിയാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. ആൾക്ക് മുടി കെട്ടാനൊന്നും ഒട്ടും ഇഷ്ടമല്ല. അവളെ ഒരു വിധത്തിൽ നമ്മൾ പിടിച്ചിരുത്തി മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാമ്പർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ കളറിൽ ചെയ്യണോന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പെണ്ണിന്റെ ഡ്രസ്സിനോട് മാച്ച് ആയിട്ടുള്ള കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം നല്ല പാക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഹാമ്പർ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള ബൊക്കയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് വണ്ടി കയറ്റാണ്. അവന്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ചു പേര്, അവനൊരു ധൈര്യത്തിന്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങള് ഇവിടെ 3 വീടുകളാണ്, അതായത് ഉപ്പാന്റെ പെങ്ങളും അനിയനും നമ്മളെ ഫാമിലിയും എല്ലാവരും മാത്രമേ പോകുന്നുള്ളൂ. ഇവിടെ ഉപ്പാന്റെ സൈഡിൽ നിന്നുള്ള ആളുകൾ മാത്രമായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ അവന്റെ ഫ്രണ്ട്സും മാത്രമാണ് ഉള്ളത്. ഉമ്മാന്റെ വീട്ടിൽ നിന്നും ആരുമില്ല. ഉമ്മാന്റെ വീട്ടുകാരൊക്കെ പെണ്ണിന്റെ സൈഡിലാണ്. കാരണം ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവന്റെ കസിനെ തന്നെയാണ്, അതായത് ഉമ്മാന്റെ അനിയന്റെ മോളെയാണ്, അതായത് അവന്റെ അമ്മാവന്റെ മോളെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയാ, അതുകൊണ്ടാണ് അവന് ഭയങ്കര നാണം കാര്യങ്ങളൊക്കെ. ഇവര് ചെറുപ്പം മുതലേ അറിയുന്ന ആളുകളാണ്. അങ്ങനെ അവര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എന്താ പറയാ, അവർക്ക് ഇതുവരെ ഇല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. കാരണം അറിയുന്ന ആളുകളെ ഫേസ് ചെയ്യുമ്പോഴാണല്ലോ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള നാണോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചടപ്പായിട്ട് നിൽക്കുകയായിരുന്നു. ഉമ്മാന്റെ അനിയത്തിമാരൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവർ ഇവരെ കണ്ടപ്പോഴും ഭയങ്കര ചിരി. നമുക്കാണെങ്കിൽ ഇവരെ കാണുന്ന സമയത്തും ചിരി. കാരണം സാധാരണ മിഠായി കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള കേസസ് ഒക്കെ റെയർ അല്ലേ. നമ്മൾ അവിടെ എത്തി ചെക്കിന് ഇതാ പെണ്ണിന്റെ ഉപ്പാക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് അവര് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പെണ്ണിനെ പുറത്തേക്ക് വിളിച്ചു. പിന്നെ പുറത്ത് നിന്നിട്ടാണ് നമ്മൾ, അതായത് സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് ഈ മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്തത്. കാരണം ഫോട്ടോ എടുക്കാനും മറ്റും നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ പന്തലും കാര്യങ്ങളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും അവിടെ നിന്ന് പെണ്ണും ചെക്കനും അവിടെ നിന്നിട്ട് അങ്ങനെയാണ് കൊടുത്തത്. ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ തന്നെ ആയിരുന്നു. നമ്മൾ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മിഠായി കൊടുക്കുന്നൊക്കെ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഇർഷയാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കയറിയിട്ട് ബൊക്ക കൊടുക്കാൻ പറഞ്ഞ സമയത്ത് അവന് ഭയങ്കരതാണ് കേട്ടോ. അവർ രണ്ടുപേരും നിന്നിരിക്കുന്നു, ഞങ്ങൾക്ക് അതിലേറെ ചിരി വരുന്നത്. അങ്ങനെ അത് എന്താ പറയുക, ഫുൾ ഒരു കോമഡി സീനായി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ചൈൽഡ്ഹുഡ് മുതലേ അറിയുന്ന ആളുകളാണ്. പിന്നെ അങ്ങനെ എന്താ പറയുക, മടീൻ്റെ കാര്യമൊന്നുമില്ല. പക്ഷേ അവന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഫേസ് ചെയ്ത് ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ നിൽക്കുകയല്ലേ, ഇത്രയും പേരുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവൻ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ചെറിയൊരു ചമ്മലാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഓരോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു, ഹാമ്പർ കൊടുത്തു. പിന്നെ ഉമ്മ ആൾക്കൊരു മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും, അവൻ ജസ്റ്റ് ബൊക്കെ കൊടുത്തു, ഉമ്മ മോതിരം കൊടുത്തു. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരും ഓരോരോ ഗിഫ്റ്റുകളായിട്ട് കൊടുത്തു. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അവർ നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും പിന്നെ നമ്മൾ ആദ്യം അവളെ വിളിച്ചിരുത്താനൊക്കെ മറന്ന് പിന്നെ എല്ലാവരും കൂടെ കളിയാക്കി. അവൾ ഫുഡ് കണ്ടപ്പോൾ അവളുടെ കാര്യം മറന്നൂലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിളിച്ചിരുത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറെ നേരം അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ചുറ്റി നടന്ന് പിന്നെ അതിന് ശേഷം പിന്നെ അവരുടെ ഫാമിലി ആയിട്ടുള്ള കുറെ പേരും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയും അവരുടെ ഫാമിലിയുള്ള എല്ലാവരും കൂടി പെണ്ണിന്റെയും ചെക്കന്റെയും കൂടെ നിന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എടുത്ത് നമ്മുടെ കല്യാണ പെണ്ണ് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മൾ വരുന്നവർക്കും കൂടെ മധുരം കൊടുക്കുക എന്നുള്ളൊരു സംഭവം. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന മിഠായിന്ന് എല്ലാവർക്കും കൂടെ വിതരണം ചെയ്തു. അങ്ങനെ കുറച്ച് അധിക സമയം നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. പെണ്ണിനെ കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് കൊണ്ടുപോയി, അതായത് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ട് അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. വീടിന്റെ പുറത്ത് അത്ര നല്ലൊരു നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള കരുവാരക്കുണ്ട് ചിറക്കിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്.
കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു നമ്മൾ വൈറ്റ് ഡ്രസ്സാണ് അവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ പോയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ ആ ഡ്രസ്സ് ഇട്ടിട്ട്. അവൾക്ക് നന്നായിട്ട് തന്നെ ചേരുന്നുണ്ടായിരുന്നു. ഒരുപാട് ഷേപ്പ് ആക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞാനും ഇർഷിയും മാറി മാറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവരുടെ രണ്ടുപേരുടെയും. പിന്നെ ചെറക്കൽ പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് നോക്കിയേ വേണ്ട. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം എന്താണെന്നറിയില്ല, ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പഠിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ നേരെ അവിടുന്ന് തിരിച്ചു പോകുന്നു. ഓരോ വെള്ളമോ കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.